ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുട്ട ബജിയുടെ റെസിപ്പി കാണാം കേട്ടോ. നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മുട്ട ബജിയാണ് ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 4 മീഡിയം സൈസുള്ള സവാള ഇട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ബജിക്ക് കുറച്ച് അധികം സവാള തന്നെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ടെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മല്ലിയില നിർബന്ധമില്ല, കറിവേപ്പില എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. നിർബന്ധമായിട്ടും കറിവേപ്പില ചേർക്കാൻ മറക്കരുത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഞ്ചി, ചെറിയൊരു പീസ് ഇഞ്ചിയും 3-4 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞളും നമ്മൾ ഈ ഒരു മുട്ട ബജിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടിപ്പോവാതെ കേട്ടോ. നമ്മൾ ഇതുപോലെ ഉള്ളിവടയും ഈ ഒരു മുട്ട ബജിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചിലപ്പോൾ അങ്ങ് കൂട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ആദ്യം തന്നെ ചേർക്കേണ്ടിയില്ല. ഇതാ നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ട് ഈ ഉള്ളിയിൽ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരണം കേട്ടോ. നമ്മൾ ഈ ഒരു ബജി മിക്സാക്കി എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സാക്കിയിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ട ബജിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതാ 3 നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മുട്ടനെ നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പമുള്ള ബജി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മുട്ടനെ 2 പീസാക്കി എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 4 പീസാക്കിയിട്ട് നമുക്ക് ഒരു മുട്ട കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ബാക്കിയുള്ള മുട്ടയൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മൈദപ്പൊടി ഒരുപാട് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സവാളയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഒതുക്കി നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒതുങ്ങി പിടിച്ച് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് മൈദയും പൊടികളൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇതിലേക്ക്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദക്ക് പകരം ഗോതമ്പൊടി എടുക്കാം. വലിയ ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് കേട്ടോ. വെള്ളം ചേർക്കാനേ പാടില്ല. ആ ഒരു സവാളയിലെ വെള്ളം ഉണ്ട് ഇതിലേക്ക് നന്നായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയാൽ മതിയേ. അപ്പോൾ കൈ വെച്ചിട്ട് നമുക്ക് നമ്മളെ സവാള വടയൊക്കെ ഉണ്ടാവുമല്ലോ, ഉള്ളിവട. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിൽ ഇതുപോലെ ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാൻ. അപ്പോൾ അതിന് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗത്തിന് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ സവാള നന്നായിട്ട് നമുക്കിങ്ങനെ കാണാൻ കിട്ടണം. ആ ഒരു പൊടിയിലേക്ക് അതങ്ങ് മൂടി പോകാൻ പാടില്ല. അപ്പം നമ്മളിതാ ഒരു പീസ് മുട്ട എടുത്തിട്ട് ഇതുപോലൊന്ന് കുറച്ച് ഈ ഒരു മസാല എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ ഇത് റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസ് മുട്ട ആക്കിയതാ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമ്മളിതാ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോരോ പീസ് മുട്ടയും ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം വേണം നമ്മൾ 2 സൈഡും നന്നായിട്ട് കളറൊന്ന് മാറ്റിയെടുക്കുക. ആ ഒരു സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിനാൽ പെട്ടെന്ന് കളർ മാറി കിട്ടും, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊന്നും വെന്ത് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 2 സൈഡൊന്ന് കളറൊന്ന് മാറി കിട്ടുന്നവരെ നമുക്ക് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഏകദേശം ഒന്ന് കളർന്ന് മാറി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 1-2 പ്രാവശ്യം ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടുകയും ചെയ്യും. 2 സൈഡ് നല്ല കളർ വരികയും ചെയ്യും കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് ആ ഒരു സവാളയുടെ മുരിഞ്ഞ ആ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ. ആ ഒരു സമയത്ത് വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്.
നമ്മൾ ഉള്ളിവട ആണെങ്കിലും ഇതുപോലെ മുട്ട ബജി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഉള്ളി അധികം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഉള്ളി അധികം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിൻ്റെ വ്യത്യാസമാട്ടോ ഉണ്ടാകാൻ, ഒരു കരിഞ്ഞ ടേസ്റ്റാട്ടോ കിട്ടാൻ. അതുകൊണ്ട് തന്നെ നമ്മളിത് ഉള്ളി അധികം കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും കളർ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് സമയം എണ്ണയിലേക്ക് വെച്ചെടുക്കണ്ട. ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന് കളറങ്ങ് മാറി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ അങ്ങ് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട ബജി റെഡിയാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് മുട്ട കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് സൈഡൊന്ന് തിരിച്ചും മറിച്ചെടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് തുറന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ടൈമൊക്കെ അതങ്ങ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മുട്ട ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കാതെ നമുക്ക് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള മുട്ട ബജിയുടെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.